പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഹിസ്റ്ററി കോഡ് നമ്പർ 315 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. ചാപ്റ്റർ 9 രണ്ടാമത്തെ പാർട്ട് വീഡിയോസാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറ്റമുണ്ട്. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24 ശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവരുടെ മൊത്തം സിലബസിൻ്റെ 24 മുതൽ അഡ്മിഷൻ എടുത്തവർ അവരുടെ മൊത്തം സിലബസിൻ്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കിയുള്ള 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കും. ആ 60% വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്നത്. ഇന്ന് 2023 വരെ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതിന് മുഴുവൻ ചാപ്റ്ററും പഠിക്കണം. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളുണ്ട്, ഓൾഡ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എല്ലാ വിഷയത്തിൻ്റെയും ലഭിക്കുന്നതാണ്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാനുള്ളതാണ്. 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് ഇതൊക്കെ നമ്മൾ മലയാളത്തിലുള്ള ഗൈഡുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഗൈഡ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിൻ്റെയും ഗൈഡുകൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനവും വ്യാപനവും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഏകദേശം 7 ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വരുന്ന 8 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിലെ പ്രധാന ഭരണ സമ്പ്രദായങ്ങളെ കുറിച്ച് വിവരിക്കാം. നമുക്കറിയാം സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സുൽത്താനാണ്. അതേപോലെ തന്നെ സൈന്യ തലവനുണ്ട്. നീതിന്യായ ഭരണത്തിൻ്റെ തലവനും പരമാധികാര ന്യായാധിപനും സുൽത്താനായിരുന്നു. കൃത്യമായ പിന്തുടർച്ചാവകാശ നിയമം സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്തുടർച്ചാവകാശിയെ സുൽത്താൻ നാമനിർദ്ദേശം ചെയ്യുകയാണ് പതിവ് എന്നതാണ് പറയുന്നത്. സാധാരണ രാജാവ് മരിച്ചാൽ മൂത്ത പുത്രനാണ് അനന്തരാവകാശിയാവുക എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ പിന്തുടർച്ചാവകാശകനായി വരുന്ന ആളിൻ്റെ നിലനിൽപ്പ് അദ്ദേഹത്തിൻ്റെ കഴിവിനെയും സൈന്യത്തെയും പ്രഭുക്കരുടെയും അദ്ദേഹം നൽകുന്ന പിന്തുണയും ആശ്രയിച്ചിരുന്നു. ഡൽഹി സുൽത്താനിൻ്റെ ഭരണ സംവിധാനത്തിന് നമുക്ക് പലതായി തരംതിരിക്കാം. അതിൽ ഒന്ന് കേന്ദ്ര ഭരണമാണ്. സുൽത്താനും പ്രഭുക്കന്മാരും അടങ്ങിയായിരുന്നു കേന്ദ്ര ഭരണം. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കാൻ മന്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭ ആയിരുന്നില്ല. അത് മന്ത്രിമാരെ നിയമിക്കുന്നത് രാജാവാണ്. രാജാവിന് താല്പര്യമുള്ളിടത്തോളം കാലമേ അവർക്ക് മന്ത്രിമാർക്ക് തുടരാനും പറ്റുള്ളൂ. പിന്നെ വരുന്ന ധനകാര്യം. ഭരണവ്യവസ്ഥയിലെ പ്രമുഖ വ്യക്തിയായിരുന്നു വാസിർ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് സൈനിക നേതാക്കന്മാരായിരുന്നു വാസിർമാരായി നിയമിച്ചത്. നല്ല അറിവും അനുഭവ സമ്പത്തും ഉള്ളവരാണ് സാധാരണ ഈ വാസിർമാരാകാറുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ വാസിർമാർ റവന്യൂ വിദഗ്ധരായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. വരവ് ചെലവ് വകുപ്പിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ വാസിറായിരുന്ന കോജ് ജഹാൻ വളരെയധികം ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സുൽത്താൻ പലപ്പോഴും കലാപങ്ങൾ അടിച്ചമർച്ച ചെയ്യാൻ വിദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കോജ് ജഹാനെയാണ് തലസ്ഥാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. പിന്നെ അടുത്ത വിഭാഗമാണ് സൈനിക വകുപ്പ്. ദിവാനി ആരിസ് എന്നറിയപ്പെടുന്ന സൈനിക വകുപ്പാണ് കേന്ദ്ര ഗവൺമെന്റിലെ മറ്റൊരു പ്രധാന വകുപ്പ്. ആരിസിൻ മാലിക് ആയിരുന്നു ഈ വകുപ്പിന്റെ തലവൻ. സൈനികരുടെ നിയമം, സൈന്യത്തിന്റെ സംഘാടനം, സൈനികർക്കുള്ള വേതനം നൽകൽ എന്നിവയായിരുന്നു ആരിസിന്റെ പ്രധാന ചുമതല. സേനാനായകൻ സുൽത്താൻ തന്നെയാണ്. സുൽത്താനേറ്റിൽ സൈനിക വകുപ്പ് എന്നൊരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കിയത് ബാൽബനാണ്. വാസിറിന്റെ വകുപ്പിനേക്കാൾ ഈ വകുപ്പിന് ബാൽബൻ പ്രാധാന്യം നൽകിയിരുന്നു. പിന്നെ വരുന്നതാണ് മറ്റ് വകുപ്പുകൾ. ദിവാൻ ഷാ എന്ന് പറയുന്നത് സർക്കാരിന്റെ എഴുത്തുകുത്തുകൾ നടത്തുകയായിരുന്നു ഈ വകുപ്പിന്റെ ജോലി. പിന്നെ വരുന്നത് ദിവാൻ ഇ റസാനത്ത്.
മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ദിവാൻ ഇ റസാലറ്റ്. ഇതിനു പുറമെ സുൽത്താനേറ്റിന്റെ ഭരണത്തിൽ നിരവധി വകുപ്പുകൾ വേറെയും ഉണ്ടായിരുന്നു. കൊട്ടാരം കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്നത് വക്കീൽ ദാർ ആയിരുന്നു. സുൽത്താന്റെ സ്വന്തം സ്റ്റാഫിൽപ്പെട്ടവരുടെ ശമ്പളം നൽകുന്നത് ഇദ്ദേഹമാണ്. മറ്റൊരു പ്രധാന വകുപ്പായിരുന്നു ചാരപ്രവർത്തനം സംബന്ധിച്ചുള്ള വകുപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സുൽത്താൻമാർ ചാരന്മാരെ നിയമിച്ചിരുന്നു. ഈ രഹസ്യാന്വേഷണ ഏജന്റുമാരെ ബാലിദുകൾ എന്നാണ് വിളിച്ചിരുന്നത്. രാജകൊട്ടാരത്തിലെ ചടങ്ങുകളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അമീൻ ആജിബ്. സുൽത്താനുമായുള്ള എല്ലാ നിവേദനങ്ങളും ഇദ്ദേഹം മുഖേനയാണ് നടത്തിയിരുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, അനലൈസ് ദി റീസൺ ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഡൽഹി സുൽത്താനറ്റ്. ഡൽഹി സുൽത്താനത്തിന്റെ പരാജയത്തിനുള്ള കാരണങ്ങൾ വിലയിരുത്താൻ. ഡൽഹി സുൽത്താനത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ: ഒന്ന്, 1395 തിമൂറിന്റെ ആക്രമണമാണ് സുൽത്താനത്തിന്റെ പതനത്തിലുള്ള പ്രധാന കാരണം. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചടക്കിയ ശേഷം അദ്ദേഹം ഡൽഹിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. 10,000-കണക്കിന് ദേശവാസികളെ കൊന്നൊടുക്കുകയും ചെയ്തു. രണ്ടാമത് പറയുന്നത്, സുൽത്താനേറ്റിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാജാവും പ്രഭുക്കന്മാരും തമ്മിലുള്ള ബന്ധം, പ്രാദേശിക ഭരണകാര്യങ്ങളും ജമീന്ദാർമാർ തമ്മിലുള്ള സംഘർഷം തുടങ്ങിയ ഇത്തരം പ്രശ്നങ്ങളിൽ ചിലതാണ്. അതേപോലെ ശക്തരും ദുരാഗ്രഹികളുമായ പ്രഭുക്കളെ നിയമിക്കാൻ ഒരു സുൽത്താനും കഴിഞ്ഞില്ല. 4 പറയുന്നത്, സൈന്യത്തിന്റെ രൂപീകരണത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. രാജപുത്രർ, ജാടുകൾ, മംഗോളിയർ, ഹിന്ദുക്കൾ, ഇസ്ലാം മതക്കാർ എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു സുൽത്താന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. ഇത് സൈന്യത്തിന്റെ ഐക്യവും കെട്ടുറപ്പും നഷ്ടപ്പെടുത്തി. 5 പറയുന്നത്, പിന്തുടർച്ചാവകാശം സംബന്ധിച്ച പ്രശ്നങ്ങൾ, സുൽത്താൻമാരുടെ കഴിവുകേട്, സാമ്രാജ്യത്തിന്റെ വിസ്തൃതി, ദേശീയ അവബോധമില്ലായ്മ എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സുൽത്താനത്തിന്റെ പതനത്തിന് കാരണമാണ്. അടുത്ത ചോദ്യമാണ്, റൈറ്റ് എ നോട്ട് ഓൺ സുൽത്താൻ റസിയ. സുൽത്താന റസിയെ കുറിച്ചൊരു വിവരണമാണ്. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഏക മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മരണത്തെ തുടർന്ന് ഏതാണ്ട് 1 ദശം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അസ്ഥിരതയായിരുന്നു. തന്റെ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച് അവസാന നാളുകളിൽ സുൽത്താൻ അസ്വസ്ഥനായിരുന്നു. തന്റെ പുത്രന്മാർ കഴിവില്ലാത്തവരാണെന്ന് മനസ്സിലാക്കിയ ഇൽത്തുമിഷ് മകളായ റസിയയെ പിന്തുടർച്ചാവകാശിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ റസിയക്ക് സ്വന്തം സഹോദരന്മാരോട് പ്രഭുക്കന്മാരോട് മത്സരിക്കേണ്ടി വന്നു. 40 അംഗം അഥവാ ചഗൽഗാനി എന്നറിയപ്പെടുന്ന തുർക്കി പ്രഭുക്കന്മാരും രാജാധികാരും തമ്മിലുള്ള സംഘടനത്തിൽ റസിയയുടെ ഭരണകാലം സാക്ഷ്യം വഹിച്ചു. ഇൽത്തുമിഷ് പ്രഭുക്കന്മാരെ വളരെ ആദരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അഹങ്കാരികളായ പ്രഭുക്കന്മാർ തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന ആരെയെങ്കിലും ഭരണാധികാരികളാക്കാൻ ശ്രമിച്ചു എന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് ആൻഡ് എസ്സേ ഓൺ ദി ഇൻവെൻഷൻ ഓഫ് മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറിയുടെ ആക്രമണങ്ങളെ കുറിച്ച് വിവരിക്കാനാണ്. മുഹമ്മദ് ഗോറി 1173 ഗസ്നിയിൽ അധികാരമെത്തുന്നത്. തന്റെ അധികാരം വിപുലമാക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ പ്രദേശങ്ങൾ ആക്രമിച്ചു. മുഹമ്മദ് ഗോറി 1175 മുൾട്ടാൻ കീഴടങ്ങി. ഗോമാൻ ചുരത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ കടന്നത്. അവിടെ നിന്ന് താർ മരുഭൂമി കടന്ന് ഗുജറാത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് അദ്ദേഹം പഞ്ചാബിന് നേരെ ആക്രമണം നടത്തി. അത് പിടിച്ച ശേഷം ഗോറി പെഷവാർ പിടിച്ചെടുത്തു. അങ്ങനെ പഞ്ചാബ് ആകെ അധീനത്തിലായപ്പോൾ ഗോറികൾ ചൗഹാന്മാരുടെ രാജാത്രത്തിലെത്തി. ഇതേസമയം വടക്ക് പടിഞ്ഞാറ് അജ്മീറിൽ ചൗഹാന്മാർ ശക്തി പ്രാപിച്ചു. ഇതിൽപ്പെട്ടാണ് തറൈൻ യുദ്ധവും രണ്ടാം തറൈൻ യുദ്ധവും. ഡൽഹിക്കും അജ്മീറിനും ഇടയുള്ള പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്ന പൃഥ്വിജാർ ചൗഹറായിരുന്നു ഇന്ത്യയിൽ മുഹമ്മദ് ഗോറിക്ക് നേരിടേണ്ട വന്ന രജപുത്ര രാജാക്കന്മാരിൽ ഏറ്റവും വലിയ പ്രതിരോധി. AD 1197 തറൈനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഒന്നാം തറൈൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഞ്ചാബിൽ ചൗഹന്മാരുടെ അധികാരം പുനഃസ്ഥാപിതമായി. പിന്നെ രണ്ടാം തറൈൻ യുദ്ധമാണ്. ഒന്നാം തറൈൻ യുദ്ധത്തിൽ പരാജിതനെങ്കിലും ഉടനെ തന്നെ മറ്റൊരു യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി തയ്യാറെടുപ്പ് നടത്തി. പൃഥ്വിരാജിനെതിരെ അദ്ദേഹം വളരെ മുന്നൊരുക്കങ്ങൾ നടത്തി. ഒടുവിൽ 1190 1,20,000 പടയാളികളും 10,000 വില്ലാളികളോടും കൂടി മുഹമ്മദ് ഗോറി പൃഥ്വിരാജിനെതിരെ നീങ്ങി. ഇതേക്കുറിച്ചറിഞ്ഞ പൃഥ്വിരാജ് ഉത്തരേന്ത്യയിലെ മറ്റ് രാജാക്കന്മാരുടെ സഹായം അഭ്യർത്ഥിച്ചു. പലരും സൈനിക സഹായം നൽകി. എങ്കിലും കനൗജിലെ ജയചന്ദ്രൻ ഒരു സഹായം നൽകിയില്ല. ഇന്ത്യൻ സൈന്യം സഖ്യബലം കൊണ്ട് തുർക്കി പടയെ വെല്ലുന്നതായിരുന്നു. എങ്കിലും തുർക്കി പട സുസംഘടിതമായിരുന്നു. അതിന്റെ നേതൃത്വം മികച്ചതായിരുന്നു. മേന്മേറിയ സംഘാടനം തുർക്കികളുടെ കുതിരകൾക്കുണ്ടായിരുന്നു.
വേഗത കാരണം യുദ്ധം തുർക്കികൾക്ക് അനുകൂലമായി ഭവിച്ചു. 1192 തറയിൽ വെച്ച് പൃഥ്വിരാജിനെ മുഹമ്മദ് ഘോരി തോൽപ്പിച്ചു. ഇതാണ് രണ്ടാം തറയിൻ യുദ്ധം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് ബ്രൈറ്റ് എ നോട്ട് ഓൺ ഗൽജി ഡൈനാസ്റ്റിയാണ്. ഗൽജി രാജവംശത്തെ കുറിച്ച് വിവരിക്കാനാണ്. 1287 ബാൽബന്റെ മരണശേഷം ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് അധികാരം നീണ്ടു നിന്നില്ല. മംഗോളിയരുണ്ടായിരുന്ന യുദ്ധത്തിൽ ബാൽബന്റെ മകൻ മരിച്ചു. 1290 ജലാലുദ്ദീൻ ഖൽജിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഖൽജി പ്രഭുക്കന്മാർ ബാൽബന്റെ ദുർബലരായ പിൻഗാമികളെ അക്രമത്തിൽ നിന്ന് തുരത്തി. അധികാരത്തിലേക്കുള്ള ഖൽജിയുടെ വരവ് ഡൽഹി സുൽത്താനത്തിന്റെ സാമ്പത്തികവും സാമൂഹികപരവും ഭരണഘടനപരമായ നിലയിൽ മാറ്റം വരുത്തി. ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് പതനത്തോടെ വംശീയതക്കും തുർക്കി ആധിപത്യത്തിനും അന്ത്യമായി. ആരാണ് ജലാലുദ്ദീൻ ഖൽജിയും അലാവുദ്ദീൻ ഖൽജിയും? ഖൽജി രാജവംശത്തിന്റെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖൽജി കേവലം 6 വർഷം മാത്രമേ അധികാരത്തിലിരുന്നുള്ളൂ. എങ്കിലും ബാൽബന്റെ കാലത്ത് ഭരണാധികാരത്തിന്റെ കർക്കശമായ പല വശങ്ങളും ഇല്ലാതാക്കാൻ ജലാലുദ്ദീൻ ശ്രമിച്ചു. ജനപിന്തുടർച്ചയായിരിക്കണം രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന ആശയം മുമ്പോട്ട് വെച്ച ഡൽഹി സുൽത്താനത്തിന്റെ ആദ്യത്തെ ഭരണാധികാരി എന്നുണ്ട് ജലാലുദ്ദീൻ. രണ്ടാമത്തെ ആളാണ് അലാവുദ്ദീൻ ഖൽജി. ജലാലുദ്ദീനെയും അനന്തരവനും ജാമാതാവുമായിരുന്ന ജലാലുദ്ദീനെ ചതിച്ചു കൊന്നതുകൊണ്ടാണ് അലാവുദ്ദീൻ അധികാരത്തിൽ വന്നത്. ഔദിലെ ഗവർണറായിരുന്ന കാലത്ത് ദേവഗിരി പിടിച്ചെടുക്കുന്നതിനെ തുടർന്ന് ലഭിച്ച അളവറ്റ സമ്പത്ത് ഉപയോഗിച്ച് അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. അക്രമത്തിന്റെയും വെട്ടിപ്പിടുത്തത്തിന്റെയുമായ ഒരു യുഗത്തിന് തുടക്കം കുറിച്ച അദ്ദേഹമായിരുന്നു. തൽഫലമായി ഡൽഹി സുൽത്താനേറ്റിന്റെ അതിർത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി വരെ എത്തിയെന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യമാണ് ഡിസ്കസ് ദി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിറോസ് തുഗ്ലക് ആണ്. ഫിറോസ് തുഗ്ലക്കിന്റെ ഭരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 1351 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിര്യാതനായി സഹോദരപുത്രനായ ഫിറോസ് ഷാ തുഗ്ലക്കുമായിരുന്നു അധികാരം. സമാധാനത്തിലും ജനക്ഷേമത്തിലും അധിഷ്ഠിതമായ ഒരു സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിലുള്ള പരിശ്രമമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലം. അനുരജ്ഞത്തിന്റെ പാതയാണ് ഫിറോസ് തെരഞ്ഞെടുത്തത്. പ്രഭുക്കന്മാര്, ഉദ്യോഗസ്ഥർ, സൈനികർ, കൃഷിക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗക്കാരെയും സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. യുദ്ധം അദ്ദേഹത്തിന്റെ അജണ്ടയായിരുന്നില്ല. വികസനവും ജനക്ഷേമവും നടപ്പാക്കാനുള്ള ഉപകരണമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രഭരണത്തെ കണ്ടത്. അദ്ദേഹം നാണയങ്ങൾ പരിഷ്കരിക്കുകയും കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഭയമോ ഭീഷണിയോ അക്രമമോ അല്ല, നേരെ മറിച്ച് ജനങ്ങളുടെ അംഗീകാരമായിരിക്കണം ഭരണകൂടത്തിന്റെ അടിത്തറ എന്ന് ഫിറോസ് ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷകൾ അദ്ദേഹം നിർത്തലാക്കി. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിന്നിരുന്നു. സാധനങ്ങൾക്ക് മിതമായ വില ലഭിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കാലത്ത് വിദ്യാലയങ്ങൾ, ആതുരാലയങ്ങൾ, വിശ്രമ സങ്കേതങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെട്ടു എന്നതാണ്. അടുത്ത ചോദ്യമാണ് വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് തിമൂർസ് ഇൻവേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റ് നേരെയുള്ള തിമൂറിന്റെ ആക്രമണ ഫലിതം എന്തായിരുന്നു? 1398 തിമൂറിന്റെ ആക്രമണമാണ് സുൽത്താനേറ്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളൊന്ന്. ഡൽഹിയും പരിസര പ്രദേശവും തിമൂർ അക്ഷരാർത്ഥത്തിൽ തവിട് പൊടിയാക്കി. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി തിമൂർ നേരത്തെ നടത്തിയ ആക്രമണങ്ങളെ ഡൽഹി സുൽത്താൻമാർ കാര്യമായി എടുത്തില്ല. ഡൽഹിയുടെ പ്രാന്തം പ്രദേശങ്ങൾ പിടിച്ചെടുക്കിയ ശേഷം തിമൂർ ഡൽഹിയിൽ പ്രവേശിച്ച് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഡൽഹിയെ തകർത്ത് തരിപ്പണമാക്കിയ തിമൂർ പതിനായിരക്കണക്കിന് ദേശവാസികളെ കൊന്നൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് ചോദ്യമാണ് വൈ ഡസ് ബാൽബൻ സെലിബ്രിറ്റി ആർക്കിടെക്ട് ഓഫ് ഡൽഹിയാണ്? എന്തുകൊണ്ടാണ് ബാൽബൻ ഡൽഹിയുടെ ശില്പിയായി അറിയപ്പെടുന്നത്? ബാൽബൻ ഒരു ഏകാധിപതിയെ പോലെ ഭരണം നടത്തി. പ്രഭുക്കന്മാർക്ക് അമിതമായ അധികാരം നൽകിയിരുന്നില്ല. അദ്ദേഹം ചാരന്മാരുടെ സംഘത്തെ രാജ്യത്തെ നിലനിർത്തിയിരുന്നു. ശക്തമായൊരു കേന്ദ്ര സേനയെ രൂപീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സൈന്യത്തെ സങ്കല്പിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിക്കുകയും ചെയ്തു. അതുപോലെ കൊട്ടാരത്തിൽ പല ആചാര മര്യാദകളും കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണപരിഷ്കാരങ്ങൾ മൂലം അദ്ദേഹം ഡൽഹിയുടെ ശില്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്രയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഇനി എന്തെങ്കിലും സംശയം എന്ന് ചോദിക്കാം. ഇനി ഇതിൽ വരുന്ന 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് ഇതിൽ അവതരിപ്പിക്കുക. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് അവതരിപ്പിക്കുക. അടുത്ത വീഡിയോ ഉണ്ടാവും. ഇതുപോലെ NISന്റെ SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകളും അഡ്മിഷൻ സംബന്ധമായ കാര്യം 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ +2 SSLC ഓൺലൈനായിട്ട് അഡ്മിഷൻ, ഓൺലൈനായിട്ട് ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട്. അതേപോലെ ബോസ് എന്ന് പറയുന്ന ബോർഡിൻ്റെ കീഴിൽ ഓൺലൈനായിട്ട് എക്സാം എഴുതാനുള്ള +2 SSLC നമ്മൾ കൊടുക്കുന്നുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനും കൊടുക്കുന്നുണ്ട്. കൂടുതൽ അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.